ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യൂർ കോർണർ എന്ന ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണേ. ഇന്ന് ഞാൻ വീണ്ടും അതിമനോഹരമായിട്ടുള്ള കുറച്ച് പൂച്ചെടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞാൻ കാണിക്കാത്ത വളരെ കുറച്ച് ബോഗൺവില്ല വെറൈറ്റീസ് ഉണ്ട്. അതോടൊപ്പം വേറെയും കുറച്ച് പൂച്ചെടികളോടെ ഉണ്ട്. കാരണം ബോഗൺവില്ല മാത്രം കാണിക്കുമ്പം കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തേ വേറെ ഒന്നും കൊണ്ടുവരാത്തതെന്ന്. ഇതിപ്പം ബോഗൺവില്ലയുടെ സീസൺ ആയതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോസിൽ ബോഗൺവില്ല മാത്രമായിട്ട് കാണിച്ചത്. മഴ തുടങ്ങുന്നത് വരെയുള്ളൂ. അപ്പോൾ പിന്നെ ഈ ബോഗൺവില്ലകളൊക്കെ ബൈ ബൈ പറഞ്ഞു പോവും. അടുത്ത സുന്ദരികളൊക്കെ കയറി വരും. എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സൊക്കെ എല്ലാവരും കാണാം. ഒത്തിരി ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സേ കാണിക്കുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോസിലെ ഓർഡേഴ്സ് കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് മാത്രം ഇടുന്നത് കേട്ടോ. പ്ലാന്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്കത് അയച്ചു തരിക. പൈസ പേ ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അറിയിക്കും. എങ്ങനെ എല്ലാ ദിവസവും ഒന്നും കണ്ട് നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ആവർത്തിച്ച് മെസ്സേജുകൾ വരുമ്പോഴേ നമുക്ക് ഈ മെസ്സേജുകളെ കൈകാര്യം ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് വരികയാണേ. പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പെറ്റ് സർവീസ് വഴിയും അയക്കുന്നുണ്ട് കേട്ടോ. പെറ്റ് സർവീസിൽ അയക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചട്ടിയോട് കൂടിയാണ് അയക്കുക. അങ്ങനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പെറ്റ് സർവീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാം. ആദ്യം നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ അവർ വരുന്ന റൂട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് ബെറ്ററായിട്ട് അവർക്ക് ആൻസർ കൊടുക്കാൻ പറ്റുക, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നതിനേക്കാളും. അവർ പറയുന്ന സ്പോട്ടുകളിൽ നിങ്ങൾക്ക് പ്ലാന്റ് റിസീവ് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ ഫിക്സ് ചെയ്ത് ഞാൻ പ്ലാന്റ് നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് കണ്ടു തുടങ്ങാം. ആദ്യത്തെ പ്ലാന്റ് സ്വീറ്റ് ഹാർട്ട് എന്ന പേരുള്ള ഈ ഒരു ബോഗൺവില്ല വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള പെറ്റൽസാണ് ഈ പൂക്കളുടെ. എന്താ പറയുക, അങ്ങനെ ചന്നം പിന്നം പൂക്കളാണ്. വളരെ റെയറായിട്ട് മാത്രം നമ്മൾ കാണുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണുള്ളത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ്. ഒത്തിരി പീസസ് ഇല്ല, ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അടുത്ത വെറൈറ്റി സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. നല്ല റെഡ് കളറിൽ അധികം വിടരാത്ത പൂക്കളാണ് ഇതിൻ്റെ. ഈ പ്ലാന്റിൻ്റെ സാമ്പിൾ പീസ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അതിലെ പൂക്കളൊക്കെ ഉറങ്ങി എണീറ്റത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വീഡിയോ പിടിക്കാൻ നേരം തെളിഞ്ഞു വന്നപ്പോഴേക്കും പൂക്കളുടെ കടക്കുറ്റി മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങളെ ചെടിയുടെ സൈസ് കാണിക്കണമല്ലോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 350 കേട്ടോ റേറ്റ്. നെക്സ്റ്റ് പ്ലാന്റ് സോഫിയ ഇന്ത്യാനയാണ്. ഒത്തിരി പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണിത്. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതിപ്പോൾ വിടർന്ന് തുടങ്ങിയൊരു പൂവാണ്. ഇതിലേക്ക് ഇനി പയ്യെ വേറെ ഷെയ്ഡുകൾ കയറി വരും. ബോഗൺവില്ലയിലെ ഈ ഡബിൾ ഷെയ്ഡ് വരുന്ന മിക്ക വെറൈറ്റീസും തന്നെ അത് വിടരുമ്പോഴും കൊഴിയാറാകുമ്പോഴൊക്കെ വേറെ കളറായിരിക്കും അതിന്. കഴിഞ്ഞ ദിവസം ഞാൻ മിസ് വേൾഡ് സെയിൽ ചെയ്തപ്പം പലർക്കും അതൊരു സംശയം ഉണ്ടായിരുന്നതാണേ. മിസ് വേൾഡ് വീട്ടിലുള്ളവർക്ക് അറിയാം, അത് കൊഴിയാറാകുമ്പം ഫുള്ള് പിങ്ക് കളറിലായിരിക്കും അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക. ഇപ്പോൾ പൂക്കൾ കൊഴിയാറായ സ്റ്റേജിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചെടിയെപ്പറ്റി ശരിക്കും അറിയാത്തവരാണെങ്കിൽ ഒരു സംശയം ഉണ്ടാവും, അയ്യോ ഇത് ഞാൻ ഓർഡർ ചെയ്ത പ്ലാന്റ് തന്നെയാണോ അയച്ചു തന്നിരിക്കണേന്ന്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ 100% നിങ്ങൾക്ക് അയച്ചു തരിക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒരു സൂഫിയ ഇന്ത്യാനയുടെ റേറ്റ് വരുന്നത് 550 രൂപയാണേ. അടുത്തത് മൊണാലിസ റെഡാണ്. നല്ല കരിഞ്ഞ പച്ച ഇലകളും ഭംഗിയുള്ള പൂക്കളാണ്. മൊണാലിസ റെഡ് എന്ന് പറയുമ്പം പ്യുവർ റെഡ് അല്ല കേട്ടോ. ഇത് എന്താ പറയുക, ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡ് കലർന്ന ഒരു റെഡ്, അതാണ് അതിൻ്റെ കളർ. മൊണാലിസ റെഡ്, അതുപോലെ ഡോക്ടർ റാവു റെഡ്, ചില്ലി റെഡ്, ഇതൊക്കെ വേറൊരു കളർ ഷെയ്ഡ് അതിലേക്ക് ഉണ്ടാവും. വളരെ അപൂർവം വെറൈറ്റീസ് മാത്രമാണ് ഈ പ്യുവർ റെഡിൽ നമുക്ക് കിട്ടുക. ഒത്തിരി ഡിമാൻഡുള്ള ഒരു ചെടിയാണ് മൊണാലിസ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ്. ഇനി ഈ ഒരു ബോഗൺവില്ല കണ്ടോ, ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഈ പ്ലാന്റ് തന്ന ആൾക്കും അറിഞ്ഞുകൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. ആ ഭംഗി കണ്ടിട്ട് ഞാനത് സെയിലിന് എടുത്തിട്ട് വന്നത്. ആർക്കെങ്കിലും ഇതിൻ്റെ ഐഡിയ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. മജന്ത ഷെയ്ഡ് പൂക്കളുള്ള ഒത്തിരി ബോഗൺവില്ല വെറൈറ്റീസ് ഉണ്ട്. ഇത് അതിൽ തന്നെ ഒത്തിരി ഡാർക്ക് മജന്ത. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നിൽക്കുമ്പം നല്ല തലയെടുപ്പോട് കൂടിയുള്ള പൂക്കളാണ് ഇതിൻ്റെ. ഒരു പ്ലാന്റിന് 300 രൂപയാണ് റേറ്റ്. നല്ല മദർ പ്ലാന്റ് പോലെ തന്നെ പ്ലാന്റുകളാണ് മിക്കതും തന്നെ കേട്ടോ. വീഡിയോ പിടിക്കുന്നത് ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്കിത് പൊക്കിയെടുത്ത് കാണിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം സൈസ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ഇതോടുകൂടി ഇന്നത്തെ ബോഗൺവില്ല വെറൈറ്റീസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പ്ലാന്റ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണത്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഭംഗിയുണ്ടേ. അതും വിരിഞ്ഞ് കുറച്ചധികം ദിവസം നിൽക്കുകയും ചെയ്യും. നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം, അല്ലാണ്ട് ചട്ടിയിൽ കുറ്റിയായിട്ട് വളർത്താം. ഇതിപ്പം ചട്ടിയിൽ വെട്ടി ഒതുക്കി നിർത്തി വളർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ഇച്ചിരി വലിപ്പമുള്ളൊരു ചട്ടിയിൽ തട്ട് കൊടുത്തിട്ട് അങ്ങനെ പടർന്നു വരുന്ന വള്ളികൾ അങ്ങ് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നിന്ന് പൂത്തോളും. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപാര ഭംഗിയാണ്. ഇതിൻ്റെ എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ്. പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 360 രൂപയാണ്. ഈ ചെടി പിടിപ്പിച്ചെടുത്തിട്ടുള്ളവർക്ക് അറിയാം, ഇച്ചിരി പണിയുണ്ട് ഇത് പിടിച്ച് കിട്ടാനായിട്ട്. പക്ഷേ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്.
ഏറെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇച്ചിരി വലുത് കിട്ടുകയാണെങ്കിൽ മാത്രം സെയിലിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത്തവണ വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. ആവശ്യക്കാർ വേഗം ഓർഡർ ചെയ്യാം. നമ്മുടെ വള്ളി റോസിൻ്റെ റെഡ് വന്നിട്ടുണ്ട്. 120 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ആർച്ചുകളിലൊക്കെ കയറ്റി വളർത്താനും അല്ലാണ്ട് തന്നെ ചട്ടിയിൽ ഇങ്ങനെ ഇതുപോലെ ഒരു വടി കുത്തി കൊടുത്ത് അതുമ്മേ ഇങ്ങനെ പടർത്തി കയറ്റി വളർത്താനൊക്കെ വളരെ നല്ലതാണ്. വള്ളി റോസിൻ്റെ വൈറ്റ് കളർ പൂക്കളുണ്ടാകുന്ന ചെടിയും വളരെ കുറച്ച് പീസസ് ഉണ്ട്. റേറ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. അടുത്ത അടിപൊളി ചെടി എന്ന് പറയുന്നത് മണിക്കൊന്നയാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു മണിക്കൊന്നയുടെ ചെടിയാണേ. ചെടി അങ്ങ് മറന്ന് പൂത്ത് നിൽക്കുക. ഞാനൊരു ദിവസം എത്ര പ്രാവശ്യം ഈ ചെടിയുടെ കടയ്ക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുമെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. കാണാൻ നല്ല രസമില്ലേ? ഇത് ഒത്തിരി മൊട്ടുകളും ഉണ്ട് കേട്ടോ. ഞാൻ മണിക്കൊന്ന അടുത്തെങ്ങും സെയിലിന് കൊണ്ടുവന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു ഭംഗി കണ്ടപ്പം ഇത് സെയിലിന് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നി. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാവേ. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് 110 രൂപയാണ് കേട്ടോ. നല്ല റോസാപ്പൂ പോലെ കട്ട പൂക്കളുണ്ടാകുന്ന അറേബ്യൻ ജാസ്മിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ചട്ടിക്കകത്ത് നട്ടിട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിർത്തുകയാണെങ്കിൽ നിറച്ച് പൂ ഉണ്ടാവും കേട്ടോ. പൂച്ചെടികൾക്കൊക്കെ ഇടയ്ക്ക് കുറേശ്ശെ DAP ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. നമുക്ക് വളരെ റെയറായിട്ട് മാത്രം കിട്ടാറുള്ള സൂചി തെച്ചിയുടെ കുറച്ച് പ്ലാന്റ്സും സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതും 110 രൂപ തന്നെയാണ്. നല്ലൊരു വെറൈറ്റി തെച്ചിയാണേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സൊക്കെ കാണിച്ച് കഴിഞ്ഞു കേട്ടോ. ബോഗൺവില്ലയുടെ മറ്റ് വെറൈറ്റീസൊക്കെ വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് അതിൽ നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പ്ലാന്റ്സിൻ്റെ റേറ്റൊക്കെ പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഒതുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില വെറൈറ്റി പ്ലാന്റ്സിനൊക്കെ നല്ല വിലയുണ്ട്. നാട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികളാണ് ഞാൻ കൂടുതലും സെയിൽ ചെയ്യുന്നത്. എനിക്ക് വിശ്വാസമുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ഉള്ള വിലകളല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ.